അത് ചാകും, ഉറപ്പാണ്. കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങ അത്രയും ഉയർത്തിയെന്നാണ് അതിൻ്റെ തലയിലാണ് വീടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓടിച്ചെന്ന് അതിനെ എടുത്ത് വീടിൻ്റെ തിണ്ണെ പോയിരുന്ന അതിനെ മടി കൊണ്ടുവച്ചിട്ട് അതിൻ്റെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഇത് ജീവൻ പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആ കോഴിപ്പൂവിനെ അങ്ങ് വിട്ടു. അതിങ്ങനെ ആടി ആടി അങ്ങ് പോയി. അതിനുശേഷം വർഷങ്ങളോളം ആ കോഴിപ്പൂ ഞങ്ങളുടെ വീട്ടിൽ ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ ജീവിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് സത്യമാണ്. എൻ്റെ ഇടവകയിൽ കോമിഷൻ നടത്തുന്ന ഒരു കാലഘട്ടം, ഈശോയുടെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു ഭവനത്തെ കാണിച്ചു തരും, അല്ലെങ്കിൽ പറഞ്ഞു തരും. ആ ഭവനത്തിന് വേണ്ടി ഒരാഴ്ചക്കാലം ഇരുന്ന് പ്രാർത്ഥിച്ചൊരുക്കി പിറ്റേ ഞായറാഴ്ച വൈകുന്നേരം ആ ഭവനത്തിലേക്ക് ചെല്ലും. അങ്ങനെ കുറച്ച് കാലഘട്ടം അങ്ങനെ ഒരു ശുശ്രൂഷ നടന്നിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരിക്കലും ഒരു ഭവനം എനിക്ക് ഈശോ പറഞ്ഞു തന്നു. ഒരു പാവപ്പെട്ട കുടുംബം, ഭാര്യയും ഭർത്താവും 3 മക്കളും. ഭാര്യയും ഭർത്താവും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. മണ്ണുകട്ട കൊണ്ട് ഓടുമേഞ്ഞ ഒരു ഭവനം. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഞായറാഴ്ച വൈകുന്നേരം ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അവരെ കൂടെ കൂട്ടി അന്നത്തെ ആ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി, ജപമാല ചൊല്ലി. ഈ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ അവരെന്നോട് ഒരു കാര്യം പറഞ്ഞു. അവരുടെ വീട്ടിലെ ഇളയ ഒരു പെൺകുട്ടിയുണ്ട്, മൂത്ത 2 ആൺപിള്ളേരാണ്. ബിചേട്ടാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ കുഞ്ഞ് എല്ലാ ദിവസവും രാത്രി കിടന്ന് പേടിച്ച് കാറുകയാണ്. അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആ അടുത്ത നാളിലുണ്ടായ ഒരു പ്രശ്നത്തെ എന്നോട് പങ്കുവെച്ചു. അവരുടെ അയലോക്കത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി. അപ്പം അടുത്ത വീട്ടിലെ ഒരു ക്രൈസ്തവരായ ഒരു കുടുംബം അവരോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു പരിപാടിയുണ്ട്, ഈ മഷി നോക്കുന്ന പരിപാടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മോഷ്ടിച്ച ആളെ കണ്ടെത്താൻ പറ്റും. പക്ഷേ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ 12 വയസ്സുള്ള പെൺകുട്ടിയും കൂടെ കൊണ്ടുവരണം. ഈ 12 വയസ്സുള്ള പെൺകുട്ടി നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ മാത്രമേ 12 വയസ്സുള്ള പെൺകുട്ടിയുള്ളൂ. ആവശ്യപ്പെട്ടതും പ്രകാരം ഈ മോഷണം പോയ ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്താണ്. അയലോകത്ത് അവർ പറഞ്ഞ അക്രൈസ്തവരായ ഒരു ഫാമിലി ഇവരുടെ കൂടെ ചെന്നു. ഈ പെൺകുട്ടിയും കൂടെ കൂട്ടി അവിടെ ചെന്ന് മന്ത്രവാദം നടക്കുന്ന അവിടെ പോയിരുന്ന് അയാൾ കാണിച്ചതിന്റെ ഒരു വെറ്റിലയിൽ മഷി തൂത്ത് എന്തോ ഒരു പരിപാടിയാണ്. അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ, അയലോക്കത്തുള്ള മറ്റൊരു സ്ത്രീയുടെ മുഖം ഈ പെൺകുട്ടി അവിടെ കണ്ടു. ഈ പെൺകുട്ടി ഇവരോട് പറഞ്ഞു, ഇന്ന ചേച്ചിയാണ്. തിരിച്ചു വന്നു. ആ സ്ത്രീയുമായിട്ട് വാക്കായി, വർത്താനമായി, വഴക്കായി, പ്രശ്നമായി. എന്തിനു പറയണം, മാലയിട്ട് കിട്ടിയില്ല, അയലോക്ക വഴക്കം മൂർജിച്ചു, പ്രശ്നമായി. ഇതിനെല്ലാം അപ്പുറമായിട്ട് എന്തു പറ്റി, ഈ പെൺകുട്ടി പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും രാത്രി കിടന്ന് പേടിച്ച് കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ തിന്മയിൽ വിശ്വസിച്ച് തിന്മയിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, നമ്മുടെ പ്രശ്നങ്ങളെ അവൻ വഷളാക്കുകയാണെന്നുള്ളൊരു പരമാർത്ഥ സത്യം. പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും കർത്താവായ യേശുക്രിസ്തുവിലാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല.